നമസ്കാരം. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നതും. ഈ വേദിയിലേക്ക് വന്നിരിക്കുമ്പോഴും മലയാറ്റൂരിൻ്റെ മണ്ണിൽ വന്ന് കാല് കുത്തുന്നതിനുള്ള ഈ ഗുരുദേവൻ്റെ ആ അനുഗ്രഹ സദസ്സിൽ വന്നിരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചതിന്, ആ ഭാഗ്യം തന്നതിന് സർവശക്തനായ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇവിടെ വന്നെത്തിയ എനിക്ക് ഇതുവരെ കാണാത്ത സദസ്സിൻ്റെ ഒരു മാറ്റം, ഒരു ഫീൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ ഉദയൻജി ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണമായ FBയിലെ ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം. വേറെ ഒരു ബന്ധവും എനിക്കില്ല. പക്ഷേ ആ FBയിലെ സൗഹൃദം അദ്ദേഹം മുൻകൂട്ടി കണ്ടുവച്ചിരുന്നത് ഈ ഒരു നാളിലേക്കാണെന്നുള്ള ആ ഒരു കരുതൽ, അദ്ദേഹം തന്നിരുന്ന ഒരു കരുതൽ ഇന്നത് പൂർത്തീകരിച്ചു. ഇവിടെ നിന്ന് അദ്ദേഹം തുടങ്ങിയ ആ നിമിഷം ഈ പ്രദേശനിവാസികളിൽ ഒരാളായി എന്നെയും ചേർക്കണം. കാരണം അത്രയും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരാളെ പോലും അദ്ദേഹം വിട്ടിട്ടില്ല. എല്ലാവരെയും കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ പ്രാധാന്യതയും അവരെ എല്ലാവരെയും പ്രാധാന്യപ്പെടുത്തിക്കൊണ്ട് ആ പറഞ്ഞ വാക്കുകളിൽ ഈ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പരസ്പര ബഹുമാനം. അത് നിങ്ങൾ പാലിച്ചിരിക്കുന്നു. ഇത്രയും നല്ല ഒരു പ്രദേശ നിവാസികളുടെ മുന്നിൽ, ഗുരുഭക്തരുടെ മുന്നിൽ വന്ന് നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നതിന് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും. ഇതിൽ പ്രത്യേകിച്ച് കാരണം ഓരോരുത്തരെയും ഇനിയും എനിക്ക് സ്പെഷ്യലൈസ് ചെയ്ത് എനിക്ക് പറയാൻ വേണ്ട കാര്യമില്ല. അത് മാക്സിമം പറയേണ്ടതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. പക്ഷേ എനിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് കേരളത്തിലുടനീളം പാലക്കാട് ജില്ലയിൽ നിന്നും 3 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിയോഗം, നമ്മൾ പിറന്നതിനൊരു നിയോഗം ഉണ്ടാകും, ഉറപ്പാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ പിറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു നിയോഗം ഉണ്ടാവും. പക്ഷെ ആ നിയോഗം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു 6 വർഷമായി ആ ഒരു നിയോഗം എന്താണെന്ന് മനസ്സിലാക്കിയതും ആ നിയോഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ്. അതിന് കിട്ടിയ ഏറ്റവും വലിയൊരു വേദി തന്നെയാണ് ഇതും. തീർച്ചയായും നിങ്ങളിലേക്കും എനിക്കത് എത്തിച്ചു തരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ. കാരണം വേറൊന്നുമല്ല, എല്ലാം പറഞ്ഞു. ഇതിൻ്റെ ഗുരുജ്ഞാന സരണി എന്ന് പറയുന്ന ഈ ഒരു സന്ധ്യയിൽ എനിക്ക് പറയാനായിട്ട് വച്ചിരിക്കുന്ന ആ വിഷയം, എൻ്റെ മനസ്സിൻ്റെ തിടമ്പിലേറ്റ് വച്ചിരിക്കുന്ന ഒരു വിഷയം, അത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് എത്തിച്ചു ചേരണം. കാരണം ഏകദേശം ഈ കാക്കി യൂണിഫോം ഇട്ടിട്ട് 18 വർഷം തികഞ്ഞിരിക്കുകയാണ്. 18 വർഷം തികഞ്ഞ ഈ വേളയിൽ ധാരാളം കേസുകൾ കണ്ടെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കേസുകളും ആ കേസുകളിൽ പിടിച്ചെടുക്കുന്ന പ്രതികളെയും എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിനുമെല്ലാം ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നുമില്ലാത്ത ഒരു വലിയ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം. പക്ഷെ നിങ്ങളിൽ പലർക്കും അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതറിഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തീവ്രവാദം എന്ന് തന്നെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഈ ഡ്രഗ് മാഫിയയുടെ വിളയാട്ടം. കാരണം ഇവരെ ഒരു തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ ലഹരി മാഫിയകളെ മുഴുവൻ ഒരു തീവ്രവാദികൾ എന്ന് പ്രത്യേകിച്ച് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നതിനുള്ള കാരണം സ്വന്തം മക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ. അവരെ മൃഗങ്ങൾ എന്ന പേര് പോലും വിളിക്കാൻ കഴിയില്ല, അവർക്ക് വേറെ പേര് വിളിക്കാം. പക്ഷെ ഈ ദേവസന്നിധിയിൽ അത് ഉച്ചരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് പക്ഷേ അവർക്കെതിരെയുള്ളൊരു പോരാട്ടം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ
ഏകദേശം 5 വർഷം മുൻപ് വരെ ഞങ്ങൾ പിടിച്ചിരുന്ന ലഹരിയുടെ കേസിലെ പ്രതികളുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 30 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം, ഈ കോവിഡിന് ശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതികളുടെ പ്രായം തന്നെയാണ് ഇന്ന് ഓരോ പ്രദേശങ്ങളിലും, ഓരോ ജില്ലകളിലും, ഓരോ കുടുംബത്തിലും, റെസിഡൻഷ്യൽ അസോസിയേഷൻസിലും ഞാൻ ചെന്ന് ഇതിനെതിരെ പറയുമ്പോഴും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായി ഇതിനെ വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കോവിഡിന് ശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതികളുടെ പ്രായം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ജില്ലയുടെ കുറ്റ വിവരണ റിപ്പോർട്ടിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഈ കോവിഡിന് ശേഷം പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളുടെ പ്രായം 21 വയസ്സിൽ കൂടുന്നില്ല എന്നുള്ളതാണ്. 21 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായം. 21 വയസ്സിൽ നിന്നും താഴോട്ട് ചെല്ലുമ്പോൾ 19-നും 18-നും 17-നും 16-ഉം കഴിഞ്ഞ് ഇപ്പം അവസാനം 12 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നടക്കം ഈ ഡ്രഗ് പിടിച്ചെടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇവന്മാരുടെ ഈ ഡ്രഗ് മാഫിയയുടെ പ്രധാനപ്പെട്ട ക്ലയൻസ് അല്ലെങ്കിൽ ഇരകൾ എന്ന് പറയുന്നത് തന്നെ കുഞ്ഞു മക്കളാണ്. അതിൽ ആൺ പെൺ വ്യത്യാസം വരുന്നില്ല, ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ല. ഇതിൽ മൊത്തമായി ഒരു കുഞ്ഞിനെ അവൻ്റെ ലഹരി കടിമപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ ആ സ്കൂളുകളിലേക്കും മറ്റും കാരിയറായി, വാഹകരായി ഇതിനെ കൊണ്ട് ചെന്നെത്തിക്കുകയും അവസാനം ആ കുഞ്ഞ് മരിക്കുന്നത് വരെ അവൻ്റെ അടിമയാക്കി കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഇതിന് പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടത്, ഇത്രയും വികാരത്തോടെ എനിക്ക് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ, ഏത് സ്ഥലത്ത് നിന്നും ഇത്രയും എമോഷണലായിട്ട് സംസാരിക്കണമെങ്കിൽ അത്രയും വികാരമായിട്ടുള്ളൊരു ചില കാര്യങ്ങൾ എൻ്റെ നെഞ്ചിൽ, എൻ്റെ ഹൃദയത്തിനെ തകർത്ത ഒരു നിമിഷങ്ങളുണ്ട്. അത് വേറൊന്നുമല്ല, കാരണം ഒരു 8 മാസം തികഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിൽ ഒരു പ്രദേശത്ത് ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മകളെ, 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു മകളെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, ലഹരിക്കടിമപ്പെട്ടവൻ, ഒരുപാട് ലഹരി കേസുകളിൽ പ്രതിയായവൻ, ഈ നരാധമൻ ആ കുഞ്ഞിനെ പിച്ചി ചീന്തി ആ ശരീരം 4 മടക്കി ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞ് ഒരു നാൾ കേരളത്തിൽ പുലർന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എല്ലാ ചാനലുകളിലും എല്ലാം ഈ വാർത്തകളെക്കുറിച്ച് ജസ്റ്റ് ഒരു കുറച്ച് നേരം ചർച്ച ചെയ്തു. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം ഈ റീൽസിൻ്റെയും വീഡിയോസിൻ്റെയും അവസ്ഥകളിലെല്ലാം ഇത് വന്നപ്പോഴും സാധാരണ പബ്ലിക്സ് എന്ന് പറയുന്ന പൊതുജനം അതിൽ കാണിച്ച വ്യഗ്രത, അതിലെ ലൈക്ക് ബട്ടണിൽ ഒരു കരയുന്ന ഒരു സ്മൈലി പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ള അടയാളം, ആ സ്മൈലി കരയുന്ന ഇമോജി പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലൊക്കെ സ്ക്രോൾ ചെയ്ത് നീക്കുമ്പോൾ താഴേക്ക് വരുന്ന കോമഡി വീഡിയോ കണ്ട് ചിരിച്ച് നീങ്ങുന്ന ഒരു പബ്ലിക്കായിരുന്നു. ആ വികാരമല്ല എൻ്റെ. ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം, ആ കുഞ്ഞിൻ്റെ ശരീരം വെള്ള പുതപ്പിച്ച് മോർച്ചറിയിൽ കിടത്തിയ മോർച്ചറിക്ക് വെളിയിൽ ഞാനുമുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്ന ആ വേളയിൽ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ശരീരത്തിൽ ഏർപ്പെടുത്താവുന്ന മുറിവുകളുടെ അത്രയും എണ്ണം മുറിവുകൾ, ആ മുറിവുകളുടെ എല്ലാം ഒരു പ്രത്യേക ആഴം, അത് വായിച്ചെടുക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു. ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ആ വെള്ള പുതപ്പിച്ച് ആ കുഞ്ഞു വാവയുടെ ശരീരം വെളിയിലേക്ക് കൊണ്ടുവന്ന് ആ മോർച്ചറിക്ക് വെളിയിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്ന ആ കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരാൾ 2 കൈയും നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. ആ മനുഷ്യൻ്റെ കയ്യിലോട്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്തെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആ നിമിഷം, ആ കുഞ്ഞിൻ്റെ ചേതനയറ്റ മുഖത്തിലേക്ക് ആ മനുഷ്യൻ
വേറെ ആരുമല്ല, ഒരു മകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയാവുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ. ആ അച്ഛൻ നെറ്റിത്തടത്തിലേക്ക് ചുംബിച്ചപ്പോൾ, കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുംബിച്ചപ്പോൾ, ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും ഈ സ്റ്റിച്ച് ഇളകി വരുന്ന ചെറിയ ബ്ലീഡിങ് ആ അച്ഛൻ്റെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്ന രംഗം, ആ നിമിഷം ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, ആ കുട്ടി ഇന്ന് നമ്മുടെ ആരുമല്ല, ആ കുട്ടിയുമായിട്ട് നമുക്ക് യാതൊരുവിധ രക്തബന്ധവുമില്ല. പക്ഷെ അതേ പ്രായത്തിലുള്ളൊരു കുഞ്ഞുമകൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ മകളായി ഇല്ലെങ്കിൽ അനിയത്തിയായി ഇല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അതേ പ്രായത്തിലുള്ളൊരു കുഞ്ഞുമകൾ നമ്മളെ കൊണ്ട് ഓടി വരുന്നത് കണ്ടിട്ട് ആ കുട്ടിയിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കാൻ ഉള്ള ആ ഒരു മനസ്ഥിതി മാറിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ അവസാന വേരുപടന്ന് അറുത്തെറിയുന്നത് വരെ ഇതിന് ഒരു വിശ്രമവുമില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഈ ലഹരിക്കെതിരെ പോരാടാൻ തുടങ്ങി, പൊരുതാൻ തുടങ്ങി. ഞാൻ എൻ്റെ മനസ്സിൽ കേരളത്തിലെ എൻ്റെ കുഞ്ഞു മക്കളുടെ തലമുറകളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വന്നവരെ തച്ചുടയ്ക്കുക എന്ന് തന്നെയാണ് എൻ്റെ വികാരം. ആ വികാരം ഓരോ കേരളീയനിലേക്കും എത്തിക്കുന്ന ആ നാൾ വരെയും ഈ പോരാട്ടം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും. കാരണം നേരിട്ട് കണ്ട സങ്കടങ്ങൾ, മനസ്സിലുണ്ടാക്കിയ രോഷം, ആ രോഷം തീർച്ചയായും മനസ്സിൽ കണക്കാക്കി മുന്നിലേക്ക് പോകുമ്പോൾ ചില ഭീഷണികൾ ഇങ്ങോട്ടേക്ക് വരും. ആ ഭീഷണികൾ ഇപ്പം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അവരിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഭീഷണികൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന്. എല്ലാ സദസ്സിലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. ഈ ഭീഷണികൾ വരുമ്പോൾ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു വചനം, അത് ഗുരുദേവന്റെ വചനമാണ്. സാധാരണ വചനമല്ല. ആ വചനം ഇതാണ്. എൻ്റെ മനസ്സിൽ തിടമ്പേറ്റി വെച്ചിരിക്കുന്ന വചനം, ഗുരുദേവന്റെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ചാർത്തി വെച്ചിരിക്കുന്ന ആ വചനം, അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കുന്നതാണെന്നുള്ള ഗുരുദേവന്റെ വചനം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിൻ്റെ ജയം നേടിയിരിക്കും. ചിലപ്പോൾ ഈ ജീവൻ പൊലിഞ്ഞു പോയാലും ആ പൊലിഞ്ഞു പോകുന്ന കാലഘട്ടം വരെയും 56 വയസ്സ് വരെ ഈശ്വരൻ ഈ ആയുസ് ഈ ശരീരത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 56 വയസ്സിൽ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ യൂണിഫോം എടുത്തിട്ട് അവിടെ ഹാങ്ങറിൽ തൂക്കുന്ന സമയം ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ആ ഒരു സാഫല്യം കിട്ടണം, തരണം എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. അതിന് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ ഈ സർവീസ് ഹിസ്റ്ററിയിൽ തന്നെ നടന്ന കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ വരികയാണ്. എപ്പോഴും ഇൻഫർമേഷൻസ് ഫോണിലൂടെ ചിലവർ വിളിച്ച് പറയും. അങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ ഉടൻ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്ത ഉടനെ ഈ രഹസ്യ വിവരം പറയുന്ന ആൾ പറയുന്നു, ഒരു ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ ഈ ലഹരി ഉപയോഗിക്കുന്നതായിട്ടും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ടും അതിനെ ഇല്ലിസിറ്റായിട്ട് സെയിൽ ചെയ്യുന്നതായിട്ടും വിൽപ്പന നടത്തുന്നതായുമുള്ള വിവരം അറിഞ്ഞ് ഉടൻ തന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് ജീപ്പിൽ കുതിച്ചു പാഞ്ഞ് ആ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് എത്തിയ ഉടനെ അവിടെ ഏകദേശം 15ഓളം കുട്ടികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ ഞാൻ ഉടനെ ഞങ്ങളുടെ ടീം ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഈ 15 കുട്ടികളും ചിതറി ഓടി. ഞങ്ങളെ കണ്ട ഉടനെ തിരിഞ്ഞ് അവരുടെ പിന്നിൽ ചേസ് ചെയ്ത് ഓടിയപ്പോൾ അവരിൽ ഒരാളെ, ഒരു കുട്ടിയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തു. ബാക്കി 14 പേരും അവർ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു കുട്ടിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ആ കുഞ്ഞിൻ്റെ ശരീരം അല്ലെങ്കിൽ ദേഹപരിശോധന നടത്തിയപ്പോൾ ഇന്ന് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൊലപാതകത്തിന് വധശിക്ഷ അനുശാസിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വധശിക്ഷ നൽകാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന രാസലഹരിയുടെ ഉപയോഗം തെളിവുകൾ സഹിതം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ആ പ്രതിക്ക് വധശിക്ഷ നൽകാമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ആ കെടുതികളൊന്നും തന്നെ അറിയാതെ ഈ ട്രാപ്പിൽ ചെന്നപ്പെട്ട 19 വയസ്സുള്ള ആ കുട്ടിയെ പിടിച്ച് ആ നിമിഷം
ആ കുട്ടിയുടെ ദേഹത്തിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ അബ്നോർമൽ എമൗണ്ട് ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന രാസലഹരി ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടിച്ചെടുത്തു. ഇതെന്താണെന്നോ ഇതുപയോഗിച്ചത് കൊണ്ട് എന്താണ് ശിക്ഷയെന്നോ എന്നും അറിയാതെ ആ കുട്ടി ട്രാപ്പിൽ ചെന്ന് പെട്ട ആ കുട്ടിയെ കേസുകളെല്ലാം ആ സ്പോട്ടിൽ തയ്യാറാക്കിയതിന് ശേഷം ഹാൻഡ് കഫ് ഇട്ടിട്ട് ആ 19 വയസ്സുകാരനെ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് ഞങ്ങളിങ്ങനെ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈ കുട്ടിയെ ജയിലിലേക്ക് അടയ്ക്കുന്നതിനുള്ള റിപ്പോർട്ടുകളും മെഡിക്കൽ പരിശോധനയ്ക്കുള്ള രേഖകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ അവൻ്റെ കൂടെ ഈ തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നിരുന്ന, എല്ലാറ്റിനും ഞാനുണ്ടടാ എന്ന് പറഞ്ഞ് കൂട്ടുനിന്നിരുന്ന, ചങ്കെന്ന് വിളിച്ച് കൂട്ടുനിർത്തിയിരുന്ന ഒരുത്തൻ പോലും, 14 പേരിൽ ഒരാൾ പോലും അവന് എന്ത് സംഭവിച്ചു എന്നോ ഒന്നും അന്വേഷിക്കുന്നതിനായിട്ട് അങ്ങോട്ട് വന്നില്ല, ഒരാൾ പോലും. പക്ഷേ 1 മണിക്കൂർ കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ കയറി വരുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ഞങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സ്റ്റെപ്പിൽ ആരോ വന്ന് വീഴുന്ന പോലുള്ളൊരു ശബ്ദം കേട്ട് ഉടൻ തന്നെ ഞങ്ങൾ എണിച്ച് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും ഈ സ്റ്റേഷൻ്റെ ഈ പടിയിൽ തട്ടി ഒരാൾ ഞങ്ങളുടെ മുന്നിലേക്ക് നെഞ്ഞടിച്ച് വന്ന് വീഴുന്ന അയാളെ എനിക്ക് മറക്കാൻ പറ്റില്ല. തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യുന്നതിനിടെ തൻ്റെ മകൻ ഏതോ ഒരു കേസിൽ അറസ്റ്റിലായി എന്ന വിവരമറിഞ്ഞ് അതേ വേഷത്തിൽ അവിടേക്ക് വന്നു ചേർന്ന ആ കുട്ടിയുടെ അമ്മയെ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ അമ്മയുടെ തലമുടിയിലെല്ലാം ഈ വെട്ടിത്തെളിച്ച ഈ ചെടിയുടെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മയുടെ സാരി ഓർഡർ ആയിരുന്നില്ല, ഡിസോർഡർ ആയിരുന്നു. ആ അമ്മയുടെ സാരിയിലെല്ലാം ഈ ചെളിയുടെയും മണ്ണിൻ്റെയും എല്ലാം അഴുക്കുകൾ പറ്റിപ്പിടിച്ചിരുന്ന വേളയിൽ അമ്മയുടെ വേഷം ഇന്നും ഏത് സദസ്സിൽ പറയുമ്പോഴും എന്നെ കണ്ണിൽ നിന്നും മറക്കില്ല. തൻ്റെ മകനെ അവിടെ ഈ ഹാൻഡ് കഫ് ഇട്ട് കണ്ട് നിൽക്കുന്ന തൻ്റെ മകനെ, കുറ്റവാളിയുടെ രൂപത്തിൽ കണ്ട തൻ്റെ മകനെ കണ്ട ഉടനെ ആ അമ്മ ഒരു വാക്ക് പോലും ഉരിയാടാതെ ഞങ്ങളുടെ മുന്നിൽ തന്നെ തലകറങ്ങി വീണു. അങ്ങനെ തലകറങ്ങി വീണ അമ്മയെ കയ്യിൽ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് ആ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ ശക്തമായിട്ട് ഞങ്ങൾ തളിച്ചു. അമ്മയുടെ ശരീരത്തിൽ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെ കൊണ്ടറിയാവുന്നതെല്ലാം കൈവെള്ള ചൂട് പിടിപ്പിച്ച് നോക്കി, എല്ലാം ചെയ്തു. ഒരു ചെറിയ അനക്കം പോലും അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്നില്ല. അവസാനം ഒരു മെഡിക്കൽ ഓഫീസറിനെ വിളിച്ചു കൊണ്ടുവരികയും ആ അമ്മയ്ക്ക് CPR കൊടുത്ത് അമ്മയുടെ ജീവൻ വന്ന, അമ്മയുടെ കണ്ണ് തുറന്ന് തൻ്റെ മകനെ വീണ്ടും ആ ബോധം വന്ന ആ അവസ്ഥയിൽ തൻ്റെ മകനെ കണ്ട് നെഞ്ഞത്തും വയറ്റത്തും അടിച്ച് കരഞ്ഞ ആ അമ്മയുടെ മുഖം എന്നെ കൊണ്ട് മറക്കാൻ പറ്റില്ല. ഇതൊരമ്മയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് അമ്മമാർ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ, ഞങ്ങൾ ഇതേ കാണുന്നുള്ളൂ. വളരെ ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇതിനെതിരെ ശക്തമായ പോരാടുമ്പോഴും ആ ഒരമ്മയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് അമ്മമാർ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം ഈ ലോക്കൽ ചിട്ടിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ മകനെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ പഠിപ്പിച്ച് തങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളൊന്നും തന്നെ തൻ്റെ മകൻ അനുഭവിക്കാൻ പാടില്ല എന്നും തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടങ്ങൾ മുഴുവൻ തീർക്കുമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട ആ അമ്മയുടെ സ്വപ്നം മുഴുവൻ തകർന്ന തരിപ്പണമായ ആ നിമിഷം എന്നെ കൊണ്ട് മറക്കാൻ പറ്റില്ല ഒരിക്കലും. യെസ്, ആ കുട്ടിയുടെ കേസ് നടന്നത് ഏകദേശം 5 വർഷം ആ കേസ് നടന്നു. 19 വയസ്സിൽ തുടങ്ങിയ ആ കേസിൻ്റെ വിധി പ്രസ്താവന വന്നത് 24-ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിൻ്റെ കേസ് വിധി പ്രസ്താവിച്ചപ്പോൾ 40 വർഷത്തിൻ്റെ തടവിൻ്റെ ശിക്ഷ അവിടെ വിധിക്കപ്പെട്ട നാളിൽ ആ കുട്ടിയെ എടുത്ത് ജയിലിലേക്ക് കൊണ്ടു ചെല്ലേണ്ട ഒരു ഗതികേട്, ആ കുഞ്ഞിൻ്റെ ഈ 5 വർഷം കേസ് നടന്നതിന് ഒരുപാട് ചെലവുകൾ ഉണ്ടായിരുന്നു. ആ ചെലവുകളിൽ 1 രൂപ പോലും
അവൻ്റെ കൂടെ തെറ്റു ചെയ്യാൻ കൂട്ടുനിന്നിരുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ചങ്കെന്ന് പറിച്ച് ചേർത്തി വെച്ച് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഈ തലമുറ ട്രാപ്പിൽ ചെന്നപ്പെട്ട് ആ സുഹൃത്തുക്കളിൽ ഒരുത്തൻ പോലും ഒരു രൂപ പോലും ആ കേസിന് വേണ്ടിയോ അവൻ എന്ത് സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയും ഒരുത്തനും ചെലവാക്കാതിരുന്നപ്പോൾ ആ തൻ്റെ മകൻ്റെ കേസിൻ്റെ ചെലവിന് വേണ്ടി ആ അമ്മയുടെ ശരീരത്തിലെ ഒരു അവയവം 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആ മകന് വേണ്ടി കേസ് നടത്തി. അവസാനം ആ മകൻ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ആ തടവില് ജയിലിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ജീപ്പിന്റെ പിന്നിൽ ആ അമ്മ ഓടി വന്നു. പല പ്രാവശ്യം താഴെ വീണു, വീണ്ടും എണീറ്റു, വീണ്ടും ഓടി വന്നു, വീണ്ടും വീണ് അവസാനം ജീപ്പ് നിർത്തി താഴെ ഇറങ്ങി വന്നു. അമ്മയെ എനിക്കെങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും? എന്ത് പറയും ഞാൻ? ആ അമ്മ പറഞ്ഞ ഒരു നിഷ്കളങ്കമായ വാക്കുണ്ട്. എന്താണെന്നറിയോ? സാറേ, എൻ്റെ മകൻ ഇനി ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല സാറേ. അവൻ അറിയാതെ ചെയ്തു പോയതാണ്. ഒരു പ്രാവശ്യം അവനൊന്ന് ഇറക്കിത്തരൂ, ഞാൻ നോക്കിക്കോളാം. വിധി പ്രസ്താവനക്കെതിരെ ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ? ആ മകനെ പറ്റില്ല. എൻ്റെ ഈ മാറത്ത് തലവെച്ച് കരഞ്ഞ് ആ അമ്മയുടെ കണ്ണുനീര് കൊണ്ട് ഈ യൂണിഫോം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സങ്കടം ഇവനെയും കൂട്ടി ഞങ്ങൾ ജയിലിലേക്ക് ചെല്ലുന്ന ആ വേളയിൽ ആ ജയിലിൻ്റെ കവാടത്തിൽ കണ്ട ഒരു കാഴ്ച എനിക്ക് മറക്കാൻ പറ്റില്ല. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഒരാൾ നിൽപ്പുണ്ട്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അയാളെ തിരിച്ചറിഞ്ഞില്ല, ഫസ്റ്റ് അറിഞ്ഞില്ല. വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് അയാളെ അറിഞ്ഞു. ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത നാളിൽ അമ്മ വന്നതിന് ശേഷം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ സ്റ്റേഷനിലേക്ക് ഓടി വന്ന ആ കുട്ടിയുടെ അച്ഛൻ 2 വർഷത്തോളം കേസ് നടക്കുമ്പോഴൊക്കെ ഈ സ്റ്റേഷനിൽ വന്ന് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്ന ആ മനുഷ്യനെ ഈ ലാസ്റ്റ് 3 വർഷമായി സ്റ്റേഷൻ്റെ പരിധിക്കുള്ളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ കണ്ടു അവിടെ. പക്ഷെ എനിക്ക് തിരിച്ചറിയുന്ന ഒരു വേഷത്തിലായിരുന്നില്ല ആ അച്ഛൻ അവിടെ നിൽക്കുന്നത്. കാരണം ഈ വർഷങ്ങളായി കുളിക്കാതിരുന്ന ആ മുടി മുഴുവൻ നീണ്ടു വളർന്ന് ആ മുടികളിലെല്ലാം ജട പറ്റി പിടിച്ചുകൊണ്ടിരുന്ന ആ മുടിയിൽ ആ ഇട്ടിരിക്കുന്ന ഷർട്ട് മുഴുവൻ ഈ കറുത്ത നിറത്തിലുള്ള അഴുക്ക് പുരണ്ടിരിക്കുന്നു. അതിൽ ഈ ഉടുത്തിരിക്കുന്ന ലുങ്കിയിൽ പല ഭാഗത്തും കയറിപ്പറഞ്ഞ് അതിൽ ഏതൊക്കെയോ സെഡിമെന്റ്സ് ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വേളയിൽ ആ ഒരു അച്ഛൻ കയ്യിലിങ്ങനെ ഒരു പേപ്പറിൻ്റെ ഒരു പൊതി, ആ പൊതിയെ ഇങ്ങനെ നെഞ്ഞോടിങ്ങനെ ചേർത്തി പിടിച്ചിട്ടാണ് ആ മനുഷ്യൻ വിറച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പാടുപെട്ടു. പക്ഷെ തിരിച്ചറിഞ്ഞ നിമിഷം ഇറങ്ങി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ അവിടെ എന്താ ഈ പേപ്പറിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സാറേ, എൻ്റെ മകൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല സാറേ, അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവന് കൊടുക്കാനുള്ള ഭക്ഷണം ആണ് സാറേ ഇതിൽ എന്ന് പറഞ്ഞപ്പോൾ സത്യാവസ്ഥയിൽ ആ പേപ്പറിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, വെറും പേപ്പറായിരുന്നു. അതിന് കാരണം ഹി കംപ്ലീറ്റ്ലി ഗോട്ട് അബ്നോർമൽ കണ്ടീഷൻ. മെന്റലി മാനസിക നില തകരാറിലായി പോയ ആ അച്ഛനെ അഭയം വിറ്റ് തൻ്റെ മകൻ്റെ ജീവിതത്തിന് വേണ്ടി ചെലവാക്കിയ ആ അമ്മയെ അതിനേക്കാളേറെ വേറൊരാൾ പോലും ആ കുട്ടിക്കില്ലായിരുന്നു എന്ന് ഇന്ന് ആ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയം മനസ്സിലാക്കുന്ന ഒരു കുട്ടിയിൽ അത് നേർത്ത കൂട്ടി മനസ്സിലാക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല സുഹൃത്ത് ബന്ധങ്ങളെ തേടി കണ്ടുപിടിക്കാൻ കഴിയാതെയും അച്ഛൻ്റെയും അമ്മയുടെയും വിലയറിയാതെ വളരുന്ന ഈ തലമുറയിലെ മക്കൾ ഈസിലി ദേ ഗോട്ട് ട്രാപ്ഡ്. തീർച്ചയായും കെണി വിരിച്ച് കാത്തിരിക്കുന്ന യുവന്മാരുടെ കൈകളിലേക്ക് തന്നെ
ഈ നമ്മുടെ കുഞ്ഞുമക്കൾ മുഴുവൻ ചെന്ന് ചേരും. ശരിയാണ്. എന്തെന്നറിയാ, എങ്ങനെയാണെന്നറിയാത് ഇപ്പോഴൊന്നും അറിയില്ല. കോവിഡ് വന്ന സമയം ചൈനയിലെ വുഹാനിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആരും പേടിച്ചില്ല. ഇന്ത്യയിൽ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴും നമ്മുടെ ജില്ലക്കുള്ളിൽ ഇത് വരില്ല എന്നുള്ള ധൈര്യത്തോടു കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഇരുന്നു അല്ലേ. അടുത്ത വീട്ടിൽ വന്നപ്പോഴും പേടിച്ചിട്ടില്ല, എനിക്ക് വരില്ല എന്നെ കരുതി. പക്ഷെ യഥാർത്ഥ പേടി വന്നത് എപ്പോഴാണ്? നമ്മുടെ വീട്ടിൽ ഒരാളുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് കോവിഡ് പോസിറ്റീവ് എന്ന് പറയുന്ന റിസൾട്ട് ആന്റിജൻ ടെസ്റ്റിലും ആ ടെസ്റ്റുകളിലൂടെ ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടിയ ആ നിമിഷം നമ്മുടെ കുടുംബത്തിലെ ആ വ്യക്തി മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു. നമ്മുടെ ജീവൻ ത്യജിക്കാൻ പോലും നമ്മൾ തയ്യാറായപ്പോഴും പലരും നമ്മളെ വിട്ടു പോയില്ലേ? ഇല്ലേ? സെയിം തിങ്. ഞാൻ പറയുന്നു, ഈ ലോകം നശിക്കാൻ പോകുന്നത് ഒരിക്കലും തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല. ഈ ലോകം നശിക്കാൻ പോകുന്നത് തിന്മ ചെയ്യുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ഈ ലോകം നശിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഓരോരുത്തരും, each and everyone has the responsibility to wipe out the drug mafia from this society. ഈ സമൂഹത്തിൽ നിന്നും ഇവരുടെ അവസാന വേര് പിഴുതെറിയണമെങ്കിൽ കുറച്ച് പോലീസുകാരും എക്സൈസുകാരും നോക്കിക്കോട്ടെ എന്ന് പറയുന്നതിലല്ല കാര്യം. ഈച്ച് ആൻഡ് എവരിവൺ ആക്ട് ആസ് എ പോലീസ് ഓഫീസർ. ഇറങ്ങിത്തിരിക്കണം. ഒറ്റക്കല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ഒറ്റക്കല്ല, ഒപ്പമുണ്ട്. ഞങ്ങളും മുന്നിൽ നിൽക്കും. എൻ്റെ വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പറയുന്നു, മുന്നിൽ നിൽക്കും. ഇത് തീർത്തിട്ട് അങ്ങോട്ടേക്ക് വരുമെന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത്രയും അനുഭവിച്ചു, വെറുതെ പറയുന്ന വാക്കല്ല. അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞു മക്കളും ആ ഓരോ പെറ്റമ്മയും പെറ്റച്ഛനും നേരിടുന്ന ആ ഒരു അവസ്ഥയെ അത്രയും നേരിട്ടിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുമക്കൾ അധികം ഞാൻ കാണുന്നില്ല. പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിലുള്ള ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം. എന്തെന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും ഈ ഡ്രഗ് മാഫിയയുടെ കണിയിൽ ഈ കുഞ്ഞുമക്കൾ പെടുന്നതിനുള്ള കാരണം എന്താണ്? ഒരിക്കൽ ഈ കസ്റ്റഡിയിൽ വെച്ചിട്ടൊരു കുട്ടിയെ ചോദ്യം ചെയ്ത ഒരു നിമിഷം, ഒരു കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു അവനോട്, ഇങ്ങനെ ഈ തെറ്റായ ഈ പ്രവൃത്തിയിലേക്ക് ചെന്നെത്താൻ എന്താ കാരണം? കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്. അത് തന്നെയാണ് ഇന്ന് ഈ കുഞ്ഞുമക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആ കുട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ കുട്ടി പറഞ്ഞു, സർ, എൻ്റെ അച്ഛനോടുള്ള പ്രതികാരം. ആ കുട്ടി പറഞ്ഞ വാക്കാണ്, എൻ്റെ അച്ഛനോടുള്ള പ്രതികാരമാണ് സർ, ദ റിവെഞ്ച് ടു മൈ ഫാദർ. എന്നിട്ട് അവനെ ജയിലിൽ കൊണ്ട് ചെന്നടച്ച് തുറുങ്കിലടച്ച് വെളിലോകം കാണാതെ വേറെ ആരുമായും സമ്പർക്കമില്ലാതായിരുന്നപ്പോൾ ആ കുഞ്ഞിനെ കാണാനായിട്ടും ഈ കേസ് നടത്തുന്നതിന് വേണ്ടി അച്ഛൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ കുട്ടിക്ക് മനസ്സിലായി യഥാർത്ഥ സ്നേഹം എൻ്റെ അച്ഛൻ്റെതായിരുന്നു എന്ന്. ആ കുഞ്ഞിന് മനസ്സിലായ ആ നിമിഷം, അപ്പോഴല്ല മനസ്സിലാവേണ്ടത്, ഇപ്പം മനസ്സിലാവണം. അതിന് ഈ തലമുറ മറന്നുപോയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ തലമുറയ്ക്ക് അറിയാം, പക്ഷെ ആ ഉത്തരം വെളിയിലോട്ട് വരുന്നില്ല, അവർ നോക്കുന്നില്ല. എല്ലാ മക്കളും, എൻ്റെ കുട്ടികൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 3 കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെ മക്കൾ അറിയണം. 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്തത്. ഒന്ന് നമ്മുടെ അമ്മയാണ്. അമ്മ എന്ന വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ തരുന്ന സ്നേഹമോ ലാളനയോ വാത്സല്യമോ ഒരിക്കലും മറ്റൊരു സ്ത്രീയിൽ നിന്നും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. 2 അച്ഛനാണ്. അച്ഛൻ എന്ന വ്യക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ ആ അച്ഛൻ തരുന്ന ഒരു കരുതൽ, അച്ഛൻ തരുന്ന ഒരു കാവൽ, അച്ഛൻ തരുന്ന ഒരു ജാഗ്രത വേറൊരു ആണിൽ നിന്നും
ഈ ലോകത്ത് തിരിച്ചു കിട്ടില്ല. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ടൈം, സമയം. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശതകോടീശ്വരന്മാർ വിചാരിച്ചാൽ പോലും കോടിക്കണക്കിന് പൈസ ചെലവാക്കിയാലും ഈ കഴിഞ്ഞു പോയ ഈ സമയം ഇനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ ഒരു കോടീശ്വരൻ്റെ കയ്യിലുള്ള പൈസയ്ക്കും പറ്റില്ല. ഈ 3 ഘടകങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഓരോ കുട്ടിയുടെയും അവസ്ഥ, ഞങ്ങളെപ്പോലുള്ളവരുടെ കയ്യിൽ ഹാൻഡ് കഫ് ഇട്ടുകൊണ്ട് ഞങ്ങൾ പിടിച്ച് കൊണ്ടുപോകും. അത് മറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ കുട്ടികളെല്ലാവരും ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി അച്ഛനും അമ്മയ്ക്കും ചെയ്യേണ്ടതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുട്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങോട്ട് വരണം മുന്നിലോട്ട്. എൻ്റെ സുപ്പീരിയർ ഓഫീസറായി വരുന്ന ആ കുഞ്ഞു മക്കളുടെ മുന്നിൽ ഇങ്ങനെ അറ്റൻഷൻ കൊടുത്തിട്ട് നേരെ ഒരു സല്യൂട്ട് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി എനിക്ക് മാറണം. ആ കൈകൾ, എൻ്റെ കൈകൾ സല്യൂട്ട് കൊടുക്കാനുള്ളതായിരിക്കണം എൻ്റെ കുഞ്ഞു മക്കൾക്കില്ലാതെ ആ കയ്യിലേക്ക് ഹാൻഡ് കഫ് വെക്കാനുള്ള കൈയായി എന്നെ മാറ്റരുത് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. യെസ്, അതിന് എന്ത് മറന്നു ഈ മക്കൾ? എന്താണ് ഈ മക്കൾ മറന്നത്? എൻ്റെ മക്കൾ എല്ലാവരും മറന്നത് വേറൊന്നുമല്ല മക്കളെ, ദ ഡെഫിനിഷൻ. ആരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും? മറ്റുള്ളവരിൽ നിന്നും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് വ്യത്യാസമാണുള്ളതെന്ന് എൻ്റെ മക്കൾ അറിയണം. മറ്റുള്ളവരെല്ലാവരും, അച്ഛനും അമ്മയും അല്ലാത്ത മറ്റുള്ള എല്ലാവരും എൻ്റെ മക്കളെ കണ്ടതിന് ശേഷം മാത്രം സ്നേഹിച്ചവരാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമാണ് എൻ്റെ മക്കളെ കാണുന്നതിന് മുൻപ് എൻ്റെ മക്കളെ സ്നേഹിച്ചവർ. അമ്മയുടെ ഉദരത്തിൽ 9.5 മാസക്കാലം ഇരിക്കുന്ന കാലയളവിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ സ്നേഹം നൽകിയവർ. നിന്റെ നിറം, വർണ്ണം മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ സ്നേഹിച്ചവർ. ഈ പിറക്കാൻ പോകുന്ന കുട്ടി ആരോഗ്യമുള്ള കുട്ടിയാണോ ആരോഗ്യമില്ലാത്ത കുട്ടിയാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ സ്നേഹം വാരിക്കോരി നൽകിയവരാണ് നിന്റെ അച്ഛനും അമ്മയും. എങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹങ്ങളെല്ലാം അതല്ല. നിന്റെ ആൺ പെൺ എന്ന വ്യത്യാസം, വർഗവ്യത്യാസം, അതുപോലെ നീ പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതി എന്നുള്ള ആ ഒരു ഫുൾ കോംബോ ആയിട്ട് അവർക്ക് നിങ്ങളുടെ മേൽ തരുന്ന സ്നേഹങ്ങളിൽ അവരിൽ പലരും തിന്മകൾ ചെയ്യാൻ മുന്നിൽ വരുന്നവരിൽ പലരും ഈ നിങ്ങളിൽ നിന്നും പലതും പ്രതീക്ഷിച്ചു കൊണ്ടുള്ള സ്നേഹമാണ്. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൽ മാത്രമാണ് വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ ആൻഡ് കംപ്ലീറ്റ്ലി അൺകണ്ടീഷണൽ ലവ് തരുന്ന 2 പേരെ ഈ ലോകത്തുള്ളൂ എന്നുള്ള കാര്യം എൻ്റെ മക്കളുടെ മനസ്സിൽ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാതെ വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. എൻ്റെ മക്കൾ അറിയണം, 1-ാം ക്ലാസ് മുതൽ ഈ സമയം നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോളേജിലാണെങ്കിലും ഏത് സമയമായിക്കോട്ടെ, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം മാത്രം മാറാതെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ എണീക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ എണീച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോഴും അയാൾ എണീച്ചിട്ട് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഈ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മക്കളെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിളിക്കാൻ വരിക. ഈ വിളിക്കാൻ വരുമ്പോൾ ആദ്യത്തെ 2 വിളിയിൽ എണീക്കില്ല. ഇനിയും എണീക്കാൻ വൈകിക്കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകാൻ വൈകുമെന്ന് തീരുമാനിച്ച് ഒരു അടിയൊക്കെ വെച്ച് തരും അമ്മ. പക്ഷേ ആ അടി കിട്ടുമ്പോഴും വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ട് തിരിഞ്ഞു കാണിച്ചു കൊടുക്കും, ഇവിടെ കൂടെ തല്ലിക്കമ്മ എന്ന്. എന്നിട്ട് കോപ്പറാട്ടിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളെ പിന്നാലെ ഉന്തിത്തള്ളി ഈ പ്രൈമറി നീഡ്സ് മുഴുവൻ, പ്രാഥമിക കൃത്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാൻ നിങ്ങളെ ഉന്തിത്തള്ളി കൊണ്ട് വന്നിച്ചിട്ട് ഇവിടെ ആ 2 ഇഡ്ഡലിയും വെച്ചുകൊണ്ട് ഈ ഡൈനിങ് ടേബിളിൽ കാത്തിരിക്കുന്ന നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുന്നിൽ വെച്ച് 2 ഇഡ്ഡലി കഴിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ 3-ാമത്തെ ഇഡ്ഡലി എടുത്ത് നിങ്ങളുടെ വായ്ക്കകത്തേക്ക് തരുമ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ പറയും, ഇതുകൂടെ കഴിക്കണം, ഇതുകൂടെ കഴിച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് ആ 3-ാമത്തെ ഇഡ്ഡലി തിരികെ കയറ്റുമ്പോൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഭക്ഷണം തിരികെ കയറ്റാൻ. എൻ്റെ മക്കൾക്ക് 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ നിലത്തിരുന്ന് ഈ കാലിങ്ങനെ നീട്ടിവെച്ച് ഈ കാലിൻ്റെ ഈ ഭാഗത്തേക്ക് നിങ്ങളെ ഇങ്ങനെ മലർത്തി കിടത്തിയതിന് ശേഷം നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കിലുക്ക കാണിച്ചതിന് ശേഷം ഈ കിലുക്ക കണ്ട് ചിരിക്കാൻ നിങ്ങളുടെ കുഞ്ഞുവായ തുറന്ന ഉടനെ അമ്മമാർ ഉപയോഗിക്കുന്നൊരു ടെക്നിക്കുണ്ട്.
അടുത്ത് വെച്ചിരിക്കുന്ന സെർലാക്ക് എടുത്തിട്ട് വേഗം ഒരു സ്പൂൺ എടുത്ത് വേഗം ആ കുഞ്ഞുവായിലേക്ക് നിറയ്ക്കും. അടുത്ത വീണ്ടും കിലുക്ക കാണിക്കും. കിലുക്ക കണ്ട് ചിരിക്കാൻ വായ തുറന്ന ഉടനെ അടുത്ത സ്പൂണും നിറയ്ക്ക് അവസാനം ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അമ്മമാർക്ക്, ഈ വയറ് നിറയണം. വയറ് നിറയണമെന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ രാവിലെ അമ്മമാരൊരിക്കലും നോൺ സ്റ്റോപ്പ് ആയിരിക്കും, വായടക്കുകയില്ല. അവരോട് നിങ്ങളെല്ലാവരും പറയേണ്ട, അമ്മ എനിക്കറിയാം, അമ്മ ഇതൊന്നും എനിക്ക് പറയേണ്ട, എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അമ്മമാർ നിങ്ങളെ ചീത്ത പറയും. നിനക്കൊന്നും അറിയില്ല, ഇത്രയും വയസ്സായിട്ടും നിനക്കൊന്നും അറിയില്ല എന്ന് പറയും. എന്നിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പൈസ എടുത്തോ, അല്ലെങ്കിൽ ട്യൂഷന് ചെല്ലുന്നതിനുള്ള പൈസ എടുത്തോ, ബസ്സിൽ കൊണ്ടു ചെല്ലുന്നതിനുള്ള ചില്ലറ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പിന്നിൽ വരുന്ന നിങ്ങളുടെ അമ്മയിൽ വെളിയിലേക്ക് നിങ്ങളെ സ്കൂളിലേക്ക് ഇറക്കി വിട്ടിട്ടും വീണ്ടും ഒരിക്കൽ കൂടി ഉള്ളിലേക്ക് വലിച്ചിട്ട് ആ തലമുടിയിൽ എന്തെങ്കിലും കലഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ കയ്യിലുള്ള ചീർപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചീവി ഒതുക്കി തരുന്ന നിങ്ങളുടെ അമ്മയിൽ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് മിണ്ടാതെ നോക്കിപ്പോണം, ഓരത്തുകൂടെ തിരക്കില്ലാത്ത ബസ്സിൽ കയറണം. ഇതെല്ലാം നിർദ്ദേശിച്ച് ആ അമ്മ യാത്ര അയക്കുമ്പോൾ ആ അമ്മയെ എൻ്റെ മക്കൾ ഇനിയെങ്കിലും ഈ സെഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ മക്കൾ ഓർക്കണം, അടുത്ത ദിവസം ഇതുപോലെ വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ നടന്നിട്ട് എൻ്റെ മക്കൾ തിരിഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കണം. രാവിലെ നിങ്ങളെ ഇത്രയും ഒരുക്കി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെ യാത്രയാക്കിയ നിങ്ങളുടെ അമ്മയുടെ മുഖം, അമ്മയുടെ വേഷം, അമ്മ പറഞ്ഞ വാക്കുകളെ എൻ്റെ മക്കൾ ഓർക്കണം. അമ്മയുടെ വേഷം രാവിലെ കുളിക്കാൻ പോലും നേരം കിട്ടിയിട്ടുണ്ടാവില്ല, പാവത്തിന് തലമുടി ചെയ്തിട്ടുണ്ടാവില്ല. ആ അടുക്കളയിലുള്ള പാത്രത്തിൻ്റെ കരി മുഴുവൻ ഈ കയ്യിലും ഈ മുഖത്തും എല്ലാം ആയതിന് ഈ സാരിയുടെ അറ്റം കൊണ്ടും ഈ ഷാളിൻ്റെ അറ്റം കൊണ്ടും ഇങ്ങനെ തുടച്ചിട്ടായിരിക്കും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള അമ്മയെ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കാണണം, ഒരു ദിവസം തുടങ്ങുന്ന ആ സമയം, പുസ്തകത്തിൻ്റെ ആദ്യത്തെ താള് നിങ്ങൾ തുറക്കുന്ന സമയം, രാവിലെ നിങ്ങളെ യാത്രയാക്കിയ നിങ്ങളുടെ അമ്മയുടെ മുഖം, അമ്മയുടെ വേഷം, അമ്മ പറഞ്ഞ വാക്കുകളെ ഓർത്തുകൊണ്ട് എൻ്റെ മക്കളുടെ ആദ്യ ദിവസം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ദിവസേന നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുക. ദൈവം നിങ്ങളെ ഓർക്കും മക്കളെ. ഇതിൽ പ്രത്യേകിച്ച് എന്തെന്ന് വെച്ചാൽ ഈ അമ്മയും അച്ഛനെയും എനിക്ക് എങ്ങനെ ഉപമിക്കാമെന്നറിയോ? നിങ്ങളുടെ അച്ഛനും അമ്മയെയും ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബ് പോലെയാണ് അവർ. ഒരു ബൾബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ പ്രകാശത്തിൻ്റെ വില നമുക്കറിയില്ല. എന്തായാലും ഒരു ദിവസം ആ ബൾബ് ഫീസാവും. ആ ബൾബ് ഫീസാവുന്ന നാൾ നമുക്കറിയും ഈ ബൾബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം പ്രകാശം എൻ്റെ ജീവിതത്തിൽ ആ ബൾബ് തന്നിരുന്നു എന്ന്. ഇന്ന് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വില നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ തന്നെ ചിലവർക്ക് ആ നിർഭാഗ്യം സംഭവിച്ചിട്ടുണ്ടാകും. അവരുടെ അച്ഛനും അമ്മയും ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ചെന്നിട്ടുള്ള അവരോട് നിങ്ങൾ ചോദിക്കുക, നിനക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു നിന്റെ അച്ഛൻ, എത്ര പ്രിയപ്പെട്ടതായിരുന്നു നിന്റെ അമ്മ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, നഷ്ടപ്പെട്ടവർ പറഞ്ഞു തരും, എൻ്റെ അച്ഛൻ എനിക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്നും എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്നും നഷ്ടം സംഭവിച്ചവർ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മക്കൾ അത് ഓർത്തേ പറ്റൂ. അതുപോലെ തന്നെ വേറൊരാളുണ്ട്, അയാളെ എനിക്ക് എങ്ങനെ പറയുന്നറിയോ? ഈ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യമാണത്. ദ മോസ്റ്റ് അൺലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് പറയാൻ പറ്റും. ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ നമ്മുടെ അച്ഛൻ. ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ്. ഈ വളരുന്നതിനനുസരിച്ച് അകലം പാലിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പത്തെ ഈ കാലഘട്ടത്തിലെ തലമുറയിലെ മക്കൾ. കാരണം എന്തുകൊണ്ട് നിർഭാഗ്യവാൻ നമ്മുടെ അച്ഛൻ? അമ്മയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കാനുള്ള സമയങ്ങൾ ഏറെ കിട്ടുമ്പോഴും ആ പാവത്തിന് കിട്ടാറില്ല. തൊട്ടിയിൽ കിടത്തി ഉറക്കുമ്പോഴും പല സമയങ്ങളിലും ഉറങ്ങിയതിന് ശേഷം മാത്രം വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ അച്ഛൻ ചോദിക്കും, മക്കളെ നിങ്ങളുടെ അമ്മയോട്, വാവ ഉറങ്ങിയ, ഉണ്ണി ഉറങ്ങിയ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നേരത്തെ മമ്മ കൊടുത്ത് കിടത്തി ഉറക്കി എന്ന് പറഞ്ഞ ഉടനെ ഈ തൊട്ടിയുടെ അടുത്ത് വന്നിട്ട് അച്ഛന്മാരെന്ത് ചെയ്യുന്നറിയോ? ആ തുണി അനക്കുന്ന ശബ്ദം കേട്ട് നിങ്ങൾ എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ തുറന്ന് നിങ്ങളുടെ മുഖത്തേക്ക് ഉറങ്ങിക്കിടക്കുന്ന വാവകൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞു പോകാനേ ആ മനുഷ്യനെ വിധിച്ചിട്ടുള്ളൂ. ഇപ്പോഴും
നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം മാത്രം വരാൻ വിധിച്ച് ആ മനുഷ്യനെ ഓരോ വർഷം നിങ്ങൾ വളരുന്നതിനനുസരിച്ച് ആ മനുഷ്യനെ അകറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഈ അമ്മമാരോട് ഏറ്റവും പെട്ടെന്ന് പിണങ്ങുന്നവരാരാണെന്നറിയോ? പെൺകുട്ടികളാണ്. പെട്ടെന്ന് പിണങ്ങും. ഇപ്പം പെൺകുട്ടികളും ഞങ്ങളുടെ പ്രതികളാണ്. പെൺമക്കൾ അവരും ഞങ്ങളുടെ പ്രതികളാണ്. ഞാനിപ്പോഴും പറയുന്നു, പെൺമക്കൾ ഏറ്റവും പെട്ടെന്ന് പിണങ്ങുന്നത് നിങ്ങളുടെ അമ്മമാരോടായിരിക്കും. അമ്മമാരോട് ഏറ്റവും പെട്ടെന്ന് പിണങ്ങും. ഒരാഴ്ച സംസാരിക്കില്ല, ചിലപ്പോൾ 1 മാസം വരെ ആ പിണക്കം നീളും. എന്നിട്ട് അവസാനം നിങ്ങളുടെ അമ്മയും വാശിക്കാരിയാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ അമ്മയല്ലേ, അതുകൊണ്ട് തന്നെ. പക്ഷേ ആ സമയത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് വച്ചിട്ട് നിൻ്റെ അമ്മ ഈ മറഞ്ഞു നിന്നിട്ട് നോക്കും, നീ കഴിക്കുന്നുണ്ടോ എന്ന്. ഇതൊന്നും നീ കാണില്ല. എന്നിട്ട് അവസാനം ഈ പാത്രത്തിനെ എടുത്തുകൊണ്ട് വേഗം കലക്കി അതിലെല്ലാം കഴിച്ചു കഴിഞ്ഞോ, എൻ്റെ മകനത് കഴിച്ചോ എന്ന് പറഞ്ഞ് നോക്കി കഴുകി വെക്കുന്ന ആ അമ്മ അവസാനം തോൽവി സമ്മതിച്ച് തരുന്നതും നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കും. എങ്ങനെയെന്നറിയോ? നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ല അമ്മയ്ക്ക് ദേഷ്യം വന്നത്. ഇനി ഒരിക്കലും നീ അങ്ങനെയൊന്നും ചെയ്യണ്ട. പോട്ടെ, അമ്മയല്ലേ, സോറി, ദാറ്റ്സ് ഓൾ, അപ്പോളജൈസേഷൻ ഈസ് ഓവർ. ആ മാപ്പ് പറച്ചിൽ കഴിയുകയാണ്. മക്കളെ, പെൺമക്കൾക്ക് വേണ്ടി ഞാനൊരു കാര്യം, എൻ്റെ യൂണിഫോം മറക്കുക ആൻഡ് കൺസിഡർ മീ ആസ് യുവർ എൽഡർ ബ്രദർ. നിങ്ങളുടെ കൂടെ പിറക്കാത്ത ഒരു സഹോദരനായിട്ട് കണ്ടിട്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ചാൽ മതി. ഞാൻ പറയുന്നു, അതായത് പെൺമക്കൾ മനസ്സിലാക്കണം, ദ മദർ, ആ അമ്മയുടെ ശകാരം കൊണ്ട് നിങ്ങളുടെ മനസ്സ് വേദനിച്ചോ, അമ്മയോട് നിങ്ങൾ ദേഷ്യപ്പെട്ടോ, ഇല്ലെങ്കിൽ അമ്മ പറയുന്നത് കേട്ടിട്ട് അമ്മയോട് നിങ്ങൾ ദേഷ്യപ്പെടുകയും പിണക്കം വരികയും ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ, ഈ തലമുറയിലെ കുഞ്ഞു പെൺമക്കൾ ഓർക്കണം, ദ മദർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഫോർ എവറി ഗേൾ ചൈൽഡ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നത് അവളുടെ അമ്മ തന്നെയാണ്. കാരണം അമ്മ എന്ന സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളെപ്പോലെ തന്നെ യൂണിഫോം ഇട്ട് പഠിച്ച് ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഒരു വിദ്യാർത്ഥിനി പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ശാരീരികമായും മാനസികമായും ഏതൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ വരുമെന്നും പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്ത് അമ്മയെക്കാളേറെ വേറൊരു ടീച്ചർക്കാവില്ല. സോ ദ മദർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അതുപോലെ തന്നെ അച്ഛനുമായിട്ടുള്ള അകലം സൃഷ്ടിക്കുന്ന ആൺമക്കൾ, അച്ഛനെ മറ്റുള്ള ഫ്രണ്ട്സിന്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കാനായിട്ട് കൊടുക്കുന്ന ഒരുപാട് ആൺമക്കൾ ഉണ്ടാവുന്ന ഈ തലമുറയിൽ നിങ്ങൾ അറിയണം, അച്ഛൻ നിന്നെ അങ്ങോട്ട് പോകണ്ട, ഇല്ല അവനോട് ചേരണ്ട, ഇല്ലെങ്കിൽ അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺമക്കൾക്ക് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് എൻ്റെ ആൺമക്കൾക്കും ഞാൻ പറയുന്നത്. ദ ഫാദർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഫോർ എവറി ബോയ് ചൈൽഡ്. ഒരു ആൺകുട്ടിയുടെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ തന്നെയാണ്. കാരണം ആ അച്ഛൻ അറിയാം പഠിക്കുന്ന സമയം എന്തൊക്കെ തരത്തിൽ തെറ്റായ വഴികളുണ്ട്, ആരൊക്കെ തെറ്റായ ശീലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ഒരു ആൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്ത് അച്ഛനേക്കാൾ ഏറെ വലിയൊരു ടീച്ചർക്കാവില്ല. പക്ഷേ അച്ഛൻ തന്നെ റോൾ മോഡൽ അല്ലെങ്കിൽ ഈ കാര്യം ബാധകമല്ല, അതൊരിക്കലും ബാധകമല്ല. ഞാൻ പറഞ്ഞത് നല്ല അച്ഛന്മാർ അവരുടെ കാര്യം. എന്നിട്ട് ഈ അച്ഛനെയൊക്കെ എപ്പോഴും വളരെ അകലം സൃഷ്ടിക്കും. ഞാൻ പറഞ്ഞില്ലേ മുൻകൂട്ടി തന്നെ, ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ ഒരു പരിഭവവും കാണിക്കില്ല. നിങ്ങൾ പിണങ്ങി നടന്നാലും പരിഭവിക്കില്ല. നിങ്ങൾ സംസാരിച്ചില്ല, നിങ്ങൾ അച്ഛനോട് വേണ്ടതൊക്കെ അമ്മയോടാണ് ചോദിക്കുക. അമ്മ എനിക്ക് വേണം, എനിക്ക് മൂപ്പരത്ത് ചോദിക്കാൻ പറ്റില്ല, നീ പറഞ്ഞു വാങ്ങിച്ചതാ എന്നൊക്കെ പറയുമ്പോഴും അതിലും പരിഭവം കാണിക്കില്ല, വിഷമം കാണിക്കില്ല. അദ്ദേഹത്തിന് എന്ത് അസുഖമുണ്ടോ അത് നിങ്ങളോട് പറയില്ല. അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഒരിക്കലും നിങ്ങളോട് കാണിക്കില്ല, അച്ഛന്മാർ കാണിക്കില്ല. ബിക്കോസ് ഹി ഈസ് എ ബെസ്റ്റ് ആക്ടർ, ഒരു നല്ല നടൻ. നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും ആ കഷ്ടതകൾ എത്തിക്കാത്ത ഒരു നല്ല നടൻ, അതാണ് അച്ഛൻ. ആ മനുഷ്യൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഒന്നും തന്നെ കാണിക്കില്ല, ഷെയർ ചെയ്യില്ല. 1-ാം ക്ലാസ് മുതൽ കോളേജ് വരെ പഠിപ്പിച്ച് ആ ചെലവുകളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഇത്രയും വർഷം കഴിഞ്ഞാൽ പലിശ സഹിതം നീ ഇതെനിക്ക് തിരിച്ചു തരണമെന്ന് അച്ഛന്മാർ പറഞ്ഞ ചരിത്രമേ ഇല്ല. ആ അച്ഛനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയോ?
ഈ വേലകളിലും ഉത്സവങ്ങളിലൊക്കെ ഈ കുഞ്ഞുമക്കൾ ഈ അച്ഛൻ്റെ കൈവിരൽ പിടിച്ചിട്ട് ഇങ്ങനെ ചാടി നടക്കുന്ന അതേപോലൊരു നാൾ നമുക്കും ഉണ്ടായിരുന്നു. അന്ന് ഈ കളിപ്പാട്ടക്കടയിൽ എന്തൊരു കളിപ്പാട്ടമാണെങ്കിലും ചോദിച്ചാൽ എനിക്ക് വാങ്ങിച്ചു തരാൻ ഉള്ള ഒരേ ഒരാൾ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ. അന്ന് മുതിർന്ന കുട്ടികൾ തല്ലി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്നെ തല്ലിയില്ലേ, എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തരാമെന്ന വാക്ക്. അതുപോലെ തന്നെ ഈ സൈക്കിൾ പഠിപ്പിക്കുന്ന സമയം കാരിയറിൻ്റെ പിന്നിൽ പിടിച്ച കൈ നമ്മുടെ അച്ഛൻ്റെ കൈയാണ്. ആ ടൈമിൽ പല പ്രാവശ്യം നമ്മൾ തിരിഞ്ഞു നോക്കും, അച്ഛൻ പിടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം അച്ഛൻ പറയും, എൻ്റെ കുട്ടി ചവിട്ടിക്കോ, അച്ഛൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും വിശ്വാസം വരാതെ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ പറയും, അച്ഛ വിടണ്ടട്ട, വിട്ട ഞാൻ വീഴുവച്ച എന്ന് പറയുമ്പോൾ ആ മനുഷ്യനൊരു ഡയലോഗ് പറയും. അച്ഛന്മാരുടെ മാത്രം സ്വന്തമായ ഒരു ഡയലോഗാണത്. അത് വേറെ ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞാലും ഏൽക്കില്ല. ആ അച്ഛൻ പറയും, ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകനോ മകളോ വീഴാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ ഡയലോഗ് അച്ഛൻ പറയും. അത് കേട്ട് നമ്മൾ ചവിട്ടി ബാലൻസ് കിട്ടിയ ഉടനെ അച്ഛൻ മെല്ലെ ഈ സൈക്കിളിൻ്റെ കാരിയറിൽ നിന്നും ഇങ്ങനെ കൈ അയക്കും. എപ്പോഴും നമ്മൾ ബാലൻസ് കിട്ടി മുന്നിലോട്ട് ചവിട്ടുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ധൈര്യം ഉണ്ടാവും, എൻ്റെ അച്ഛൻ പിടിച്ചിട്ടുണ്ടെന്നുള്ള ധൈര്യത്തോടെ തന്നെയാണ് മുന്നോട്ട് ചവിട്ടുന്നതെങ്കിൽ ഈ വേദിയിൽ ഞാൻ പറയുന്നു, ഞാനടക്കം ഈ വേദിയിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ തന്നെയാണ്. യെസ്, നൺ അതർ ദാൻ ദ ഫാദർ. ആ മനുഷ്യനെ മറന്നിരിക്കുന്ന ഒരു സമൂഹം വരുമ്പോൾ വലിയ വിഷമം എൻ്റെ മനസ്സിലുണ്ട്, വലിയ വിഷമം. ഇതിൽ ഇടയ്ക്ക് നടന്നൊരു സംഭവം, ഒരു 9 വയസ്സുള്ള ഭൂമിയിൽ വന്ന് വെറും 9 വർഷമായിട്ടുള്ള ഒരു കുട്ടിക്ക്, കേരളത്തിലല്ല വേറെയാണ്, പക്ഷേ അത് അവിടെയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇങ്ങോട്ടേക്ക് കോവിഡ് വന്നതുപോലെ വരും, അതിനു മുമ്പ് നോക്കണം. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലും ഇതുവരെ അറിയപ്പെടാത്ത ഏതോ ഒരാളുമായി അറിയാതെ, ഒരു കുഞ്ഞാണ്, ആ കുട്ടി ചാറ്റ് ചെയ്തതിൻ്റെ ഫലം ഈസി ആയിട്ട് ആ കുട്ടിയെ ആ മാഫിയയിലെ ഒരുത്തൻ അഡിക്റ്റാക്കി. ആ കുട്ടിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ആ സാങ്കേതികതയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഭയപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് വെളിയിൽ പറയാൻ കഴിയാതെ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ബാഗിനുള്ളിൽ മുഴുവനായി ലഹരി വസ്തുക്കളെ കുത്തി നിറച്ച് ആ മറ്റേ സ്കൂളിലെ മൊത്തം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് അവൻ ഇറങ്ങിത്തിരിച്ച് ആ കുഞ്ഞിൻ്റെ മരണം ഏകദേശം 1 മാസം മുമ്പും അത് നടന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, വെറുതെ ഒരു ചടങ്ങിന് വന്ന് പറഞ്ഞു പോകുന്നതല്ല, ഒരു വികാരമുണ്ട്. ഞാൻ പറയുന്നു, പെൺമക്കൾ ഓർക്കണം, നിങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പോഴത്തെ പെൺമക്കൾക്ക് അത് അറിയണം. The man who never ever cheat a girl that her father, ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ചതിക്കാത്ത ഒരൊറ്റ ആണേ ഈ ലോകത്തുള്ളൂ, എങ്കിൽ അത് അച്ഛനാണ് എന്നുള്ളത് ഓരോ പെൺമക്കളുടെ മനസ്സിലും നിറച്ചു വെക്കണം. അത് തന്നെയാണ് ആൺകുട്ടികൾക്ക് പറയുന്നത്, ദ ഗേൾ ഹു നെവർ എവർ ചീറ്റ് എ മാൻ. ഒരു ആൺകുട്ടിയെ ചതിക്കാത്ത ഒരൊറ്റ പെണ്ണെ ഈ ലോകത്തുള്ളൂ എങ്കിൽ അത് നിങ്ങളുടെ അമ്മയാണെന്നുള്ള ആ ഒരു വാസ്തവം കൂടി എൻ്റെ മക്കൾ കരുതി വെക്കണം. ഇതിൽ കുട്ടികൾക്കിതാണ് എന്നുണ്ടെങ്കിൽ പാരൻസ് എല്ലാം തികഞ്ഞവരാണോ? പാരൻസിന് ഇതിലൊരു പങ്കുമില്ലേ? ഉണ്ട്. അതുകൂടി എനിക്ക് പറയണം. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് മക്കളോട് ചെയ്യുന്ന ചില കാര്യങ്ങൾ തീർച്ചയായും അവരെ ഞങ്ങളുടെ കയ്യിലേക്ക് പ്രതിയാക്കി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. വേറൊന്നുമല്ല, ഈസിലി നിങ്ങൾ LKGക്കും UKGയിലും എല്ലാം 5ാം ക്ലാസ് വരെ നിങ്ങളുടെ മക്കളെ LKG കൊണ്ട് ചേർത്ത് വിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയില്ല. ടീച്ചേഴ്സ് പറയും പൊയ്ക്കോളൂ, മക്കൾ വന്നോളും. ആ ഉച്ചയ്ക്ക് വന്നാൽ മതി, വിളിച്ചിട്ട് പോകാൻ പറഞ്ഞാലും കേൾക്കില്ല. ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കരഞ്ഞ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? മക്കളെ വിട്ടിട്ട് ടീച്ചർമാർ പറഞ്ഞാലും കേൾക്കില്ല. ഗേറ്റിൻ്റെ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കരഞ്ഞൊരു നാളുണ്ട്. ആ കുട്ടി LKG to 5th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കാലയളവ് വരെ ആ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താന്ന് സ്കൂളിൽ എടുത്തത്, ആരാണ് എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട്, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് ഓപ്പണായിട്ട് ചോദിക്കും. അപ്പോൾ ആ മക്കളെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുമുണ്ട് നമ്മളോട്.
പക്ഷേ നമ്മുടെ കുട്ടിയുടെ മേലെ നമ്മൾ കുറ്റം പറച്ചിൽ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? എല്ലാവരും ടീച്ചറിൻ്റെ മേലത്ത് കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കില്ലേ? എന്ത് പരാതി കൊടുക്കും? ടീച്ചറിൻ്റെ മകൻ അല്ലെങ്കിൽ മകള് 7ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്നു ടീച്ചർ, അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്നു ടീച്ചർ, ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എല്ലാം ആ കൂട്ടുകാരുടെ കൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പഠിത്തത്തിൽ പിന്നിലാണ്. ഇത് ഒരു പൊതു കുറ്റമായി വരുമ്പോൾ എന്തുകൊണ്ട് കുട്ടികളിൽ മാറ്റം സംഭവിച്ചിട്ടൊന്നുമില്ല? കുട്ടികൾ എപ്പോഴും സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാം ഓപ്പണായിട്ട് വന്ന് പറയും. അപ്പോൾ ആദ്യം അമ്മ വീട്ടിൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ കേൾക്കാൻ നേരമില്ല, അച്ഛനോട് പറ എന്ന് പറഞ്ഞ് നിങ്ങൾ അറിയാതെ പറയുന്ന ആ ഒരു ഡയലോഗ് നോ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ അച്ഛനോട് ചെന്ന് കുഞ്ഞ് പറയാൻ നോക്കുന്ന സമയത്ത് ആ അച്ഛൻ ജോലിയുടെ തിരക്കുകൾ പറഞ്ഞുകൊണ്ട് വെളിയിൽ ചെന്ന് കളിക്കുമോനെ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും ഇത് ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ, നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വികാരമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമയമില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടിക്ക് തോന്നിയാൽ പിന്നെ ആ കുട്ടിയുടെ മനസ്സ് ചിന്തിക്കും, താൻ പറയുന്നത് കേൾക്കാൻ സമയമുള്ള ആൾക്കാരെ തേടി ആ കുഞ്ഞിൻ്റെ മനസ്സ് ഡൈവേർട്ട് ചെയ്യും. അവിടെയാണ് ആദ്യത്തെ തിരിവ്, ദ ടേണിംഗ് പോയിന്റ്. അത് തടയണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നു, ബി എ ലിസണർ. എന്താണ്? നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. പറ്റിയില്ലയോ അഭിനയിക്കൂ, പ്ലീസ്. നിങ്ങൾക്ക് കേൾക്കാൻ ടൈം കിട്ടിയില്ല, അഭിനയിക്കൂ കേൾക്കുന്ന പോലെ, പ്ലീസ്. ഇല്ലെങ്കിൽ തിരിച്ചു പോകും. അങ്ങനെ തിരിഞ്ഞു പോകുന്ന അവർക്കറിയില്ല ഈ തെറ്റു ചെയ്യുന്നവൻ തെറ്റായവൻ ആരാണ്, കുറ്റവാളിയായ ഫ്രണ്ട് ആരാണ്, ഈ തിന്മ ചെയ്യുന്നവൻ ആരാണെന്നൊന്നും ആ കുഞ്ഞിനറിയില്ല. ഈസി ആയിട്ട് ട്രാപ്പിൽപ്പെടും. അവസാനം ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ആയി എന്ന് പറഞ്ഞ് നെഞ്ഞത്തടിച്ച് കരയുന്ന ഒരുപാട് അച്ഛന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബി എ ലിസണർ. രണ്ടാമത്തത്, നമ്മുടെ മക്കളെ നമ്മൾ ഏതിനും ചീത്തകൾ പറയും. വീട്ടിൽ ഈ കാണുന്ന ഈ സന്തോഷമൊന്നും ആയിരിക്കില്ലല്ലോ. രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം തീർക്കുന്നത് മുഴുവൻ നമ്മുടെ മക്കളോട് നമ്മൾ തീർക്കുന്ന സമയം, ആ മക്കളോട് തീർക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നറിയോ? വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യും നമ്മൾ, വളരെ ഉച്ചത്തിൽ. ആ ഷൗട്ട് ചെയ്യുന്ന സമയം നമ്മളൊരു കാര്യം ഓർക്കും. എങ്ങനെയാണെന്നറിയോ നിങ്ങൾ ഷൗട്ട് ചെയ്യുക? എന്താ നിങ്ങൾക്ക് അതിനുള്ളൊരു ഗുണം എന്താണെന്നറിയോ? ആ കുട്ടി ഒരിക്കലും പ്രതികരിക്കില്ലല്ലോ, അല്ലേ? നിങ്ങളെ തല്ലില്ലല്ലോ, നിങ്ങളെ ചീത്ത പറയില്ലല്ലോ, ഒന്നും ചെയ്യില്ല എന്ന ധൈര്യത്തോടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഷൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയോ? അതേ പ്രായത്തിൽ സമപ്രായക്കാരോട് വഴക്കിടുന്ന പോലെയാണ് നമ്മൾ നമ്മുടെ മക്കളോട് വഴക്കിടുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വരിക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇത് കയറുമ്പോൾ ഒരിക്കലും നിങ്ങളോടുള്ള തിരിച്ച് സ്നേഹമല്ല. ന്യൂട്ടന്റെ 3ാം ചലന നിയമം പറയുന്നത് പോലെ തന്നെ ഫോർ എവറി ആക്ഷൻ there is equal and opposite reaction. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. ആ പ്രതിപ്രവർത്തനം വന്നു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും റിവെഞ്ച് ആവും, പ്രതികാരം വരും. അതിലേക്ക് വഴി വെക്കരുത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നിങ്ങളുടെ മക്കളെ ചീത്ത പറയുമ്പോൾ ആ പ്രായത്തിൽ, നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ പ്രായത്തിൽ എല്ലാം തികഞ്ഞ ഒരു കുട്ടിയായിരുന്നു നിങ്ങൾ എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ തോളിൽ തേറ്റി വെച്ചിട്ട് എൻ്റെ മകൻ എല്ലാം കൊണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് വേണം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കയർക്കുന്നതിനും അത് പറഞ്ഞു കൊടുക്കേണ്ട രീതി മനസ്സിലാക്കിയ നല്ല മാതാപിതാക്കളായി മാറണം. മൂന്നാമത് എനിക്ക് ഒരെണ്ണം കൂടിയേ എനിക്ക് പറയാനുള്ളൂ. ഡോണ്ട് കമ്പയർ. നിങ്ങളുടെ മക്കളെ ഒരിക്കലും മറ്റുള്ളവരുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരവർക്ക് അതിൻ്റെ കഴിവുണ്ട്. ഇല്ലെങ്കിൽ മറ്റുള്ളവനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തരുത്. അടുത്തുള്ള അയലത്തെ വീട്ടിലത്തെ മക്കളുടെ വിജയവും അവൻ്റെ നേട്ടങ്ങളെയും കണ്ടുകൊണ്ട് എപ്പോഴും അവൻ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ പറയും. അതിനേക്കാൾ ഏറെ സ്വന്തം കുടുംബത്തിലുള്ള അമ്മായിയുടെ മകനും വലിയച്ഛൻ്റെ മകനും ചെറിയച്ഛൻ്റെ മകനും ചെറിയമ്മയുടെ മകനും എല്ലാം ഡോക്ടറും എഞ്ചിനീയറുമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കളുടെ അടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം ആയിരുന്നു. നീ എൻ്റെ കുടുംബത്തിൻ്റെ അപമാനം, നിന്നെക്കൊണ്ട് ഞാൻ അപമാനിതനാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാക്ക് നിങ്ങളുടെ മക്കളോട് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ കമ്പാരിസൺ, ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വികാരം നിങ്ങൾ മറന്നു പോകുന്നു. ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ഞങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കമ്പാരിസണിൽ, താരതമ്യം ചെയ്യലിൽ ഏറ്റവും ദ്രോഹം എന്ന് പറയുന്നത് സ്വന്തം മക്കളെ കമ്പയർ ചെയ്യുന്നതാണ്.
ഇളയ കുട്ടിയെയും മൂത്ത കുട്ടിയെയും കമ്പയർ ചെയ്യും നിങ്ങൾ. അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയോ? ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കും? ഭീഷണി പറയും. നാളെ നിൻ്റെ ടീച്ചറെ ഞാൻ വന്നൊന്ന് കാണട്ടെ, എന്നിട്ട് വേണം നിൻ്റെ കാര്യം മുഴുവൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയോടെ നമ്മുടെ മകളെ ഒക്കെ ഭീഷണിപ്പെടുത്തി നേരെ കൊണ്ടുപോകും. അവിടെ ചെന്ന് ടീച്ചറുടെ മുന്നിൽ വെച്ചുകൊണ്ട് ടീച്ചർ ചോദിക്കും എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും, ടീച്ചർ എൻ്റെ ചെറിയ കുട്ടിയെക്കുറിച്ച് എനിക്കൊന്നും പറയണ്ട ടീച്ചർ, അവൻ എല്ലാം ചെയ്യും ടീച്ചർ, എല്ലാ ഹോംവർക്കും വളരെ പെർഫെക്റ്റാണ്, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും, അവൻ്റെ കാര്യം എനിക്ക് നോക്കുകയേ വേണ്ട. പക്ഷേ ഇതുണ്ടല്ലോ, ഒറ്റ കുത്താണ് അവിടെ. ആ മൂത്ത കുട്ടിയെ, നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾ നൊന്തു പെറ്റതാണെന്ന് മറന്നുപോയി നിങ്ങളുടെ മൂത്ത കുട്ടിയെ കുത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആകെ മൊത്തം ഉണ്ടാവുന്ന വികാരം സന്തോഷമായിരിക്കുമോ? ഈ ചടങ്ങുകളിൽ, കുടുംബത്തിൻ്റെ ചടങ്ങുകളിൽ ചെല്ലുമ്പോഴും ഇത് തീരില്ല. നിങ്ങളുടെ കുടുംബക്കാർ വെറുതെ എന്തെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ട് വല്ല ചേച്ചിയോ അല്ലെങ്കിൽ അമ്മായിയോ വന്നിട്ട് ചോദിക്കും, എന്ത് ചെയ്യുന്നു മക്കളൊക്കെ എന്ന് ചോദിച്ച ഉടനെ അവർ വെറുതെ ചോദിച്ചാണ്. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വെച്ചുകൊണ്ട് പറയും, ചേച്ചി എൻ്റെ ചെറുതിനെ എനിക്ക് ഒന്നും പറയണ്ട, ഒരു കാര്യവും എനിക്കില്ല, പക്ഷേ ഇവനുണ്ടല്ല, ഇവനെ കൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ തകർന്നു പോയത്, ഇല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും ഞാൻ തലകുനിച്ച് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി ഇത് കേൾക്കുന്ന ഈ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി ഉദ്ദേശിച്ച് വെക്കുന്നൊരു കാര്യം എന്നറിയോ? ഞാൻ പൊട്ടനാണ്, ഞാൻ കഴുതയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഈ താരതമ്യം ചെയ്ത് അവസാനം, കാരണം ഏതൊരു പ്രചോദനവും ഏതൊരു ഇൻസ്പിറേഷനും എൻകറേജിങ്ങും വരേണ്ടത് അച്ഛനമ്മയുടെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രചോദിപ്പിക്കാൻ വിട്ടാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എൻകറേജ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ യവൻ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ താരതമ്യം ചെയ്തതിൻ്റെ ഫലം കുറേ വർഷം മുമ്പ്, 12 വർഷം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ആ ചേച്ചി അനിയത്തിക്കുട്ടിക്ക് LSS സ്കോളർഷിപ്പ് കിട്ടിയ ഉടനെ റെസിഡൻഷ്യൽ കോളേജിന്റെ മുന്നിൽ ഒരു വലിയ ഫ്ലക്സ് വെച്ചു, കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട്. എന്നിട്ട് ആ എല്ലാവരും അനിയത്തിക്കുട്ടിയെ പ്രശംസിക്കുമ്പോൾ ഈ അമ്മ ഈ ചേച്ചിയെ താഴ്ത്തി പറഞ്ഞതിൻ്റെ ഫലം, ഏറ്റവും ഈ വലിയ കുട്ടികൾക്ക് ഏറ്റവും സ്നേഹമുള്ളത് ഈ ചെറിയ കുട്ടികളോടാണ്. ഈ കുഞ്ഞു കുട്ടികൾ, രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ അവർ പറയും, അമ്മ ഞാൻ ഉണ്ണിയെ ഉറക്കട്ടെ, ഞാൻ ചോറ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും സ്നേഹിക്കുന്ന ആ കുഞ്ഞു മനസ്സിൽ താരതമ്യം ചെയ്ത് അവരിൽ ആ ഒരു വിഷം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കുത്തിവെക്കുന്നതിൻ്റെ ഫലം ആ കുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ മേലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ലാതാവാൻ കാരണം എൻ്റെ ഈ അനിയത്തിയാണ് എന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നിയ ആ വേളയിൽ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ, ആരുമില്ലാത്ത സമയം, മുത്തശ്ശിയുടെ വീട്ടിൽ വിരുന്നിന് പോയ നേരം, ആ കാര്യം, നമ്മൾ ഒരിക്കലും ഊഹിക്കാത്ത ഒരു കാര്യം ആ ചേച്ചിക്കുട്ടി ചെയ്തു. അതിന് കാരണം ആരാണ്? ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, കുഞ്ഞുമക്കൾ എൻ്റെ മുന്നിലുണ്ട്, ഊഹിച്ചാൽ മതി. അതിനൊരു വ്യക്തമായൊരു ഉദാഹരണം പറയട്ടെ. ഒരു കുട്ടി സ്കൂളിൽ നിന്നും ടീച്ചർ ഡയറി എഴുതി കൊടുത്തു. എന്നിട്ട് നീ നിൻ്റെ അമ്മയോട് കൊണ്ട് കൊടുക്കുക. ഈ കുട്ടിക്ക് ഡയറി വായിക്കാൻ അറിയില്ല. ഈ ഡയറിയുമായിട്ട് ആ കുട്ടി നേരെ വീട്ടിലേക്ക് വന്നു. ഈ കുട്ടിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. ആ കുട്ടി നേരെ ഈ ഡയറിയുമായിട്ട് ഈ അമ്മയുടെ അടുത്തേക്ക് വന്ന്, അമ്മ ടീച്ചർ ഇങ്ങനെ ഒരു ഡയറി എഴുതി തന്നിട്ടുണ്ട്, അത് അമ്മയോട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ ആ അമ്മ ഈ ഡയറി എടുത്ത് നോക്കി, കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നത് കണ്ടിട്ട് ആ കുട്ടി ചോദിച്ചു, അമ്മ എന്തമ്മ ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു, ഒന്നുമില്ല മോനെ, ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കുട്ടി അതിസമർത്ഥനായ ഒരു ബുദ്ധിശാലിയാണ്. ഈ ഇത്രയും ബുദ്ധിശാലിത്തരമുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഞങ്ങളുടെ സ്കൂളിലില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കൂ എന്നാണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ കുട്ടി ഇനി സ്കൂളിലേക്കൊന്നും പോകണ്ട, ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാം.
എന്ന് പറഞ്ഞ് ആ അമ്മ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. ആ കുട്ടിയിലെ വാസന ആ അമ്മ അധികം വൈകാതെ തന്നെ കണ്ടുപിടിച്ചു. ആ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ ആ കുഞ്ഞിനുള്ള വാസനയെ മനസ്സിലാക്കി അതിനുള്ള സാമഗ്രികൾ മുഴുവൻ വാങ്ങിക്കൊടുത്ത് ആ കുട്ടിയുടെ കൂടെ തന്നെ ചെലവഴിച്ച ആ അമ്മയ്ക്ക് വളരെ വർഷക്കാലം കഴിഞ്ഞപ്പോൾ ആ കുട്ടി വളർന്ന് വലുതായി. ഇന്ന് വെളിച്ചം ഈ ബൾബിന് താഴെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ബൾബ് കണ്ടുപിടിച്ച് തോമസ് ആൽവ എഡിസണായി ആ കുട്ടി വളർന്നു വലുതായി. ആ കുട്ടി വളർന്നു വലുതായ ആ കുഞ്ഞ് ഏകദേശം എല്ലാവരാലും അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായി മാറിയപ്പോൾ ആ അമ്മയ്ക്ക് വയസ്സായി. അവസാനം ഒരു ടെലഗ്രാം വരികയാണ് എഡിസന്, അമ്മയ്ക്ക് തീരെ സുഖമില്ല, എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ ഉടനെ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. വന്ന് ചേരുമ്പോഴേക്കും തന്നെ അമ്മയുടെ ജീവൻ പൊലിഞ്ഞു. അവസാനം ആ അമ്മയുടെ ശവസംസ്കാരം മുഴുവൻ നടത്തിയതിന് ശേഷം ആ എഡിസൺ, ആ മകൻ, ആ അമ്മയുടെ റൂമെല്ലാം വൃത്തിയാക്കി വെക്കാനായിട്ട് പോകുമ്പോൾ അവിടെ വച്ചിരിക്കുന്ന ഒരു ഓരത്തുണ്ടായിരുന്ന ഒരു അലമാരക്കുള്ളിൽ എല്ലാം പുസ്തകങ്ങൾ നിറയുണ്ടായിരുന്നു. അതെല്ലാം വെളിയിലെടുത്തു. അലമാര തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ അന്ന് ആ കുട്ടി കൊടുത്തിരുന്ന, എഡിസൺ കൊടുത്തിരുന്ന ആ ഡയറി എഡിസന്റെ കയ്യിൽ കിട്ടുകയാണ്. ഇന്ന് എഡിസന് വായിക്കാൻ അറിയും, ഇന്നറിയും. അത് തുറന്നു വായിച്ച ആ നിമിഷം എഡിസന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു. വേറൊന്നുമല്ല, അന്ന് ടീച്ചർ എഴുതിയത് ഇതായിരുന്നു: നിങ്ങളുടെ മകനൊരു മന്ദബുദ്ധിയാണ്. ഇങ്ങനെ ഇത്രയും ലോ സ്റ്റാൻഡേർഡുള്ള കുട്ടിയെ പഠിപ്പിക്കേണ്ടതല്ല ഞങ്ങളുടെ സ്കൂൾ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് TC വാങ്ങിച്ച് കൊണ്ടുപോകണമെന്ന് ഡയറിയിൽ ആ ടീച്ചർ ഒരു നെഗറ്റീവ് കമന്റ് എഴുതിയതിനെ ഒരു അമ്മ പോസിറ്റീവായിട്ട് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ ഉടനെ ഇന്ന് ലോകത്തിന് ഒരു ശാസ്ത്രജ്ഞനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ഒരു പ്രാവശ്യം എൻ്റെ കുട്ടിക്ക് പറ്റുമോടാ, എൻ്റെ കുട്ടിക്ക് കഴിയും, എൻ്റെ കുട്ടി പറ്റും, വേറെ വേറെ നോക്കണം, ഡു യുവർ ബെസ്റ്റ്, ഫർഗെറ്റ് ഓൾ ദ റെസ്റ്റ് എന്ന് പറഞ്ഞ് നിന്റെ മാക്സിമം നീ ചെയ്യ്, നന്മയെ വരൂ എന്ന് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു മാതാപിതാക്കളായി നിങ്ങൾ മാറണം. അങ്ങനെ ഒരു പാരൻസ് അവരുടെ കടമയും കുട്ടികൾ അവരുടെ കടമയും കറക്റ്റായി ചെയ്യുമ്പോൾ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരും ഈ സമൂഹം. അത് തന്നെയാണ് ഫാമിലി. എഫ് ഫാദർ, എ ആൻഡ് എം മദർ, ILY I love you. Father and mother, I love you. That's family. ആ കുടുംബത്തിനെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ഓരോ കുഞ്ഞുമക്കളും ഓർക്കുക, ഇന്ന് ഞാനടക്കം കാക്കിയിട്ടിരിക്കുന്ന ഞാനും ഇന്ത്യയിലെ ഓരോ പൗരനും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗമുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ വൃത്തിയായിട്ട് ഇവിടെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ചായയും വെള്ളവും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിലും ആ ഒരു വിഭാഗം സ്വന്തം മക്കൾ കൂടെയില്ലാതെ, സ്വന്തം അച്ഛനമ്മ കൂടെയില്ലാതെ, സഹോദരങ്ങൾ കൂടെയില്ലാതെ ഇവിടെ ഓണവും റംസാനും ക്രിസ്മസും എല്ലാം ആഘോഷിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന വേളയിൽ ഇവിടെ അതിർത്തികളിൽ ഇപ്പോഴും കാവൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ സൈനികർ, ആ സൈനികന്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഒരിക്കലും തോക്കല്ല. ഒരു സൈനികന്റെ ആയുധം എവന്റെ മുന്നിലും ഇന്ത്യയെ തോൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള ചങ്കൂറ്റം, ആ ചങ്കൂറ്റമാണ് ഓരോ ഇന്ത്യൻ സൈനികന്റെയും ആയുധം. എൻ്റെ മക്കളെ, നിങ്ങളാണ് ആ സൈനികർ. ഓരോരുത്തരും കുടുംബം എന്ന് പറയുന്നത് രാജ്യമാണ് നിങ്ങളുടെ. ആ രാജ്യത്തിന്റെ സൈനികരായി എൻ്റെ മക്കൾ നിൽക്കണം. നിങ്ങൾ വഴിയോ മറ്റേതെങ്കിലും വഴിയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് തിന്മകൾ, ലഹരി മാത്രമല്ല, ഏതൊരു തിന്മയും ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള ചങ്കുറപ്പോടെ നമ്മൾക്ക് നിൽക്കണം. അതിന് നമ്മളെ കൊണ്ട് കഴിയോ ചോദിച്ചാൽ കഴിയും. കോവിഡ് വന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ധരിച്ചിരുന്ന നമ്മൾ ഇന്ന് മാസ്ക് ഇല്ലാതെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാതെ തോളോട് തോൾ ചേർന്ന് നമ്മളെ കൊണ്ട് ഇരിക്കാൻ കഴിയുന്നെങ്കിൽ ആ ദുരന്തത്തെ അതിജീവിക്കാൻ പോലീസ് നോക്കും, എക്സൈസ് നോക്കും, സർക്കാർ നോക്കും എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരുന്നില്ലല്ലോ. ഓരോരുത്തരും മാസ്ക് ധരിച്ചു, ഓരോരുത്തരും സാമൂഹിക അകലം പാലിച്ച് കറക്റ്റായി ഒരുമിച്ച് നിന്ന് ആ ദുരന്തത്തെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ 2018 പ്രളയം, വയനാടിലെ ഉരുൾപൊട്ടൽ, ഈ സമയത്ത് മുങ്ങിത്താടുന്ന ഓരോ ജനങ്ങളെയും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുങ്ങിച്ചാവുന്ന ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊല്ലം ജില്ലയിൽ ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മകളെ ട്യൂഷന് പോകുന്ന സമയം ഏട്ടന്റെ കൂടെ ട്യൂഷന് പോകുമ്പോൾ ഒരു കുടുംബം ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് തട്ടിക്കൊണ്ടുപോയത് നമ്മൾ വായിച്ചില്ലേ?
ആ സമയം 21 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കുട്ടിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന് പോലീസും എക്സൈസ് മാത്രം വിചാരിച്ചത് കൊണ്ടല്ല, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഓഫ് കേരള. അവിടെ ബോർഡറിൽ യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആയിട്ടും എല്ലാം വെച്ച് അരങ്ങ് ഉറപ്പിച്ച് നമ്മൾ അങ്ങോട്ട് നിന്നപ്പോ അവസാനം വേറെ വഴിയില്ലാതെ ആ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു തന്നില്ലേ? അതാണ് ഇതെല്ലാം ചെയ്ത നമുക്ക് തീർച്ചയായും ഈ ലഹരി മുക്ത നവകേരളം എന്ന ആശയമുണ്ടാക്കാൻ കഴിയും. അതിനുള്ള പൊതുവികാരം എന്താണെന്നറിയോ മക്കളെ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, നമ്മൾ മലയാളികളാണ്. വി ആർ മലയാളീസ്. ആ ഒരുമയാണ് നമ്മുടെ കേരളത്തിൻ്റെ പെരുമ. ശരിക്കും ഞാനത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരുമയോടെ ഇരിക്കുന്ന ഈ മലയാറ്റൂരിലെ ഇത്രയും ജനങ്ങളുടെ പാദങ്ങളിൽ വീണുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതുപോലൊരു മാതൃകയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ നിങ്ങളെ നയിക്കുന്ന നേതാക്കൾ എന്നില്ലല്ലോ, അതെല്ലാവരും ഒരുമിച്ചൊരു കുടുംബം മാത്രമല്ലേ? അത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ ഇവിടെയും നേതാക്കളെ തനിച്ചെനിക്ക് കാണാറുണ്ട്. ഇവിടെ നേതാക്കളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഞാനിത് ഫീൽ ചെയ്യുന്നു. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകാൻ മലയാറ്റൂരിൻ്റെ ഈ പെരുമ ഞാൻ എല്ലാവിടെയും വിളിച്ചോതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല, ഗുരുവിൻ്റെ ഒരു വചനം ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട് എന്താണെന്നറിയില്ല. അവിടെ എല്ലാ നാരായണ ഗുരുദേവൻ്റെ ചടങ്ങുകൾക്കും ഞാനാണ് അതിഥി. എന്നെ ഗുരുദേവൻ ഇവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ശരിക്കും എൻ്റെ മനസ്സിലത് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഒരു നാളിൽ ആ സുപ്രഭാതം പുലരുന്ന ഒരു നാളിൽ തീർച്ചയായും ലഹരിമുക്ത നവകേരളം എന്ന് പറയുന്ന എൻ്റെ സ്വപ്നം, അതാണല്ലോ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത്. ഉറങ്ങാൻ വിടാത്തതാണ് സ്വപ്നം പറഞ്ഞല്ലേ? എനിക്ക് ഉറക്കമില്ല. ഇത് തന്നെയാണ്. എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറയുന്നത് ആ വികാരം നിങ്ങളിലും കൂടി എത്തി. എന്തായാലും ഇവിടെ അത് നടക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത്രയും നന്മകളുണ്ട്. ആ നന്മ, ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. ലഹരിയോട് നോ പറഞ്ഞ് ജീവിതത്തിനോട് യെസ് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് വരാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിന് ഗുരുദേവൻ്റെയും സർവശക്തനായ ജഗദീശ്വരൻ്റെയും അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് നല്ല ഒരു വ്യക്തികളായി ഈ മലയാറ്റൂരിൽ നിന്ന് നിങ്ങളുടെ മക്കളെ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ മക്കളെ കൊടുക്കൂ. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. വി നീഡ് ടു ഗിവ് എ ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.